കാർഷിക വാർത്തകൾ. കർഷകർക്ക് പ്രതീക്ഷയേകി ഒരിടവേളയ്ക്ക് ശേഷം കൊക്കോ വില ഉയരുന്നു. ഉൽപാദനം വേണ്ടത്ര ഇല്ലാത്തതാണ് കാരണം. 240 രൂപ ശരാശരി വിലയുണ്ടായിരുന്ന കൊക്കോ പരിപ്പിന്റെ വില ഏപ്രിലിലാണ് ഉയർന്നു തുടങ്ങിയത്. മെയ് ആദ്യവാരം വില 1000 മുതൽ 1050 രൂപ വരെ എത്തി. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞു. ഇടുക്കിയിലെ കമ്പോളങ്ങളിൽ ജൂൺ പകുതിയായപ്പോൾ വില 450 രൂപയായി. എന്നാൽ ഒരാഴ്ചയായി വില നേരിയ തോതിൽ വീണ്ടും ഉയരുകയാണ്. ഇവിടെ ഇപ്പോൾ 370 മുതൽ 400 രൂപ വരെ വില കിട്ടുന്നുണ്ട്. അണ്ണാൻ, മരപ്പട്ടി എന്നിവയുടെ ശല്യവും കീടബാധയും മൂലം കർഷകർ വ്യാപകമായി കൊക്കോ കൃഷി ഉപേക്ഷിച്ചിരുന്നു. ഇതോടെ ഉൽപാദനം കുറയുകയും വില കയറുകയുമായിരുന്നു. എന്നാൽ കുത്തനെയുള്ള വിലയിടിവിൽ ചില ചോക്ലേറ്റ് കമ്പനികൾക്കും ചെറുകിട വ്യാപാരികൾക്കും ഇടനിലക്കാരായ ഉത്തരേന്ത്യൻ ലോബിക്കും പങ്കുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഹൈറേഞ്ചിലെ വ്യാപാരികളിൽ നിന്നും പാലുൽപ്പന്നങ്ങളും ചോക്ലേറ്റും നിർമ്മിക്കുന്ന സഹകരണ സംഘങ്ങളുടെയും പ്രൈവറ്റ് കമ്പനികളുടെയും ഏജൻസികൾ കൊക്കോ ശേഖരിച്ച് ഗുജറാത്ത്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലേക്കാണ് അയക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ മികച്ച 5 ഫിഷറീസ് സാങ്കേതിക വിദ്യകളിൽ ഇടം നേടി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ വറ്റമീൻ ഗവേഷണം. വറ്റയുടെ വിത്തുൽപാദന സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഫിഷറീസ് സാങ്കേതിക വിദ്യകളിൽ ഇടം പിടിച്ചത്. CMFRIയുടെ വിഴിഞ്ഞം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ അംബരീഷ്, ഡോക്ടർ M. ശക്തിവേൽ, ഡോക്ടർ B. സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഗവേഷണം. ഈ മീൻ കൂട് കൃഷിയിൽ 5 മാസം കൊണ്ട് 500 ഗ്രാം വരെയും 8 മാസം കൊണ്ട് 1 കിലോ വരെയും വറ്റമീൻ വളർച്ച നേടുന്നതായി കണ്ടെത്തി. ഇന്തോ പസഫിക് മേഖലയിൽ ഏറെ വാണിജ്യ സാധ്യതയുള്ള മീനാണ് വറ്റ. മികച്ച മാംസവും രുചിയുമാണ് ഇവയെ പ്രിയപ്പെട്ടതാക്കുന്നത്. കിലോയ്ക്ക് 300 മുതൽ 700 രൂപ വരെയാണ് വില. വറ്റയെ കൃത്രിമമായി പ്രജനനം നടത്തുന്നതിനുള്ള സാങ്കേതികവിദ്യ രാജ്യത്തിന്റെ സുസ്ഥിര സമുദ്ര കൃഷിയിൽ വലിയ മുന്നേറ്റത്തിന് വഴി തുറക്കുമെന്നതിനാലാണ് അംഗീകാരം ലഭിച്ചത്. വറ്റയുടെ കൃഷി കൂടുതൽ ജനകീയമാക്കാമെന്നതാണ് ഈ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം. മറ്റു പല മീനിനേക്കാളും വേഗത്തിൽ വളരാനും പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനും വറ്റയ്ക്ക് ശേഷിയുണ്ട്. കൂടുകളിലും കടലിലും തീരദേശ ജലാശയങ്ങളിലും കൃഷി ചെയ്യാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വയനാട്ടിലെ കാപ്പി കർഷകർക്ക് അഭിമാനമായി വയനാടൻ റോബസ്റ്റ കാപ്പിക്ക് ദേശീയ അംഗീകാരം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് പദ്ധതിയിലാണ് വയനാടൻ കാപ്പിക്ക് പ്രത്യേക പരാമർശം ലഭിച്ചത്. കൃഷി A വിഭാഗത്തിലാണ് റോബസ്റ്റ കാപ്പി അംഗീകരിക്കപ്പെട്ടത്. രാജ്യാന്തര വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള വയനാടൻ റോബസ്റ്റ കാപ്പിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. വയനാടൻ റോബസ്റ്റ കാപ്പിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചതോടെ രാജ്യാന്തര ആഭ്യന്തര വിപണികളിൽ ആവശ്യക്കാർ വർദ്ധിച്ചിട്ടുണ്ട്. പ്രാദേശിക വിപണികളിലും ആഭ്യന്തര കയറ്റുമതി രംഗത്തും സാധ്യതകൾ വർദ്ധിക്കുകയാണ്. വയനാടൻ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് റോബസ്റ്റ കാപ്പിയുടെ വിപണന സാധ്യതകളിൽ വൻ പുരോഗതി. രോഗപ്രതിരോധ ശേഷിയും വയനാടൻ മണ്ണിന് യോജിച്ചതുമായ പെരിഡിനിയ റോബസ്റ്റ, അറബിക്ക എന്നീ കാപ്പി ഇനങ്ങളാണ് 100 മേനി വിളയുന്നത്. ചോലമരങ്ങൾക്കിടയിൽ വളർത്തുന്ന വയനാടൻ കാർബൺ ന്യൂട്രൽ കാപ്പി ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുകയാണ് സർക്കാർ. ഇറ്റലി, ബെൽജിയം, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ റോബസ്റ്റ കോഫി ഏറെ പ്രിയപ്പെട്ടതാണ്. നെസ്കഫെ പോലുള്ള ബ്രാൻഡഡ് കോഫികൾ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും വയനാടൻ റോബസ്റ്റയാണ്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 70% കാപ്പിയും കൃഷി ചെയ്യുന്നത് വയനാട്ടിലാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മഴ കനത്തതോടെ സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. തോട്ടങ്ങളിൽ ടാപ്പിംഗ് കുറഞ്ഞതോടെ മാർക്കറ്റിലേക്കുള്ള റബ്ബർ വരവ് കുറഞ്ഞതാണ് വില കൂടാൻ കാരണം. റബ്ബർ വില വീണ്ടും 200 കടന്നിട്ടും പ്രതിസന്ധിയിലാണ് റബ്ബർ കർഷകർ. മാസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നിലച്ചതിനാൽ റബ്ബർ ഉൽപാദനം പൂർണ്ണമായും നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. റബ്ബർ ബോർഡ് വിലയനുസരിച്ച് RSS 4 ഗ്രേഡിന്റെ നിരക്ക് 210 രൂപ വരെയായി. ലാറ്റക്സ് വില 146 രൂപയും. വരും ദിവസങ്ങളിൽ വില ഉയരുമെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത്. തോട്ടങ്ങളിൽ കാലവർഷത്തിൽ ഇല കൊഴിയുകയും മഴ ശക്തമാവുകയും ചെയ്തതോടെ ഭൂരിഭാഗം കർഷകർക്കും ടാപ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. 11 മാസം മുമ്പാണ് റബ്ബർ വില 255 രൂപയെന്ന റെക്കോർഡിലെത്തിയത്. 2011 ഏപ്രിൽ 5-ന് 243 രൂപയായിരുന്നു. അതുവരെയുള്ള റെക്കോർഡ് വില ലോട്ട് റബ്ബറിന് 186 രൂപയും ഒട്ടുപാലിന് 133 രൂപയുമാണ്. സംസ്ഥാനത്ത് റബ്ബർ വില കൂടുമ്പോഴും അന്താരാഷ്ട്ര വില താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. ആഗോളതലത്തിൽ ഡിമാൻഡിലുള്ള അനിശ്ചിതത്വമാണ് കാരണം. തായ്ലാന്റ് റബ്ബറിന്റെ വില 197 രൂപയാണ്. 190-ന് താഴെ പോയതിനു ശേഷം പതിയെ ഉയരുന്നുവെന്നതും റബ്ബർ മേഖലയ്ക്ക് ആശ്വാസകരമാണ്. തായ്ലാന്റിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ടാപ്പിംഗിൽ തടസ്സവും നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
വേനൽമഴ എത്തിയതോടെ കേരളത്തിൽ പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞു. കിലോഗ്രാമിന് 60 രൂപയുണ്ടായിരുന്ന പൈനാപ്പിളിന് ഒരാഴ്ചയിലധികമായി 20 രൂപയോളമാണ് വില. പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം 20 ദിവസത്തിനുള്ളിൽ പൈനാപ്പിൾ പഴത്തിന് കിലോയ്ക്ക് 20 രൂപയാണ് കുറഞ്ഞത്. പച്ചയ്ക്കും സ്പെഷ്യൽ പച്ചയ്ക്കും 18 രൂപ കുറഞ്ഞു. നിലവിൽ പഴത്തിന് 40 രൂപയും പച്ചയ്ക്ക് 30 രൂപയുമാണ് വില. ഒരവസരത്തിൽ പഴത്തിന്റെ വില 60 രൂപ വരെ എത്തിയിരുന്നു. വേനൽമഴ ശക്തമായത് ഉൽപ്പാദനമുയർത്തി. കൂടാതെ ചെലവും കുറഞ്ഞു. ഏതാണ്ട് 50% ഉൽപ്പാദനവും വർദ്ധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വില കുറയുന്ന പ്രവണതയാണ് വിപണിയിൽ. 2021 പഴത്തിന്റെ വില 27 രൂപ വരെ എത്തിയിരുന്നു. പിന്നീട് ഓരോ വർഷവും വില ഉയർന്നു വരികയായിരുന്നു. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് വില 65 രൂപയ്ക്ക് മുകളിൽ എത്തിയിരുന്നു. ഇത്തവണ വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കൂടുതൽ പേർ പൈനാപ്പിൾ കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. വില കുറയുന്ന സാഹചര്യത്തിൽ ചില്ലറ വിപണിയിൽ പൈനാപ്പിളിന് ആവശ്യം കൂടിയിട്ടുണ്ട്. കല്യാണ സീസണിലെല്ലാം പൈനാപ്പിളിന് ആവശ്യം കൂടുതലാണ്. കൂടാതെ പൈനാപ്പിളിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായുള്ള സംഭരണത്തിന് പറ്റിയ സമയം കൂടിയാണിത്. വില കുറയുമ്പോൾ സാധാരണ സംസ്കരണ യൂണിറ്റുകളിൽ നിന്ന് അന്വേഷണങ്ങൾ വരാറുണ്ടെന്ന് കർഷകരും വ്യാപാരികളും പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.